നിത്യമാം സ്നേഹം, ദൈവസ്നേഹം ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുത്തു. ക്രൂശിലെ ത്യാഗത്താൽ തിരഞ്ഞെടുത്തെന്നെ നിത്യമാം രാജ്യത്തിൽ ചേർത്തുവല്ലോ. നിത്യമാം സ്നേഹം, ദൈവസ്നേഹം ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുത്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു എപ്പിസോഡ് കൂടെ നിങ്ങളോട് ഒരുമിച്ച് പങ്കിടുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാഗ്പൂരിൽ നിന്നുള്ള ബ്രദർ പോൾ മലയാടിയുടെയും ടീമിൻ്റെയും വിശേഷാലുള്ള വന്ദനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജനങ്ങളുടെ സമ്പൂർണമായ വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ആത്മീയ മണ്ഡലത്തിലേക്ക് ജനം വളർന്നു വരുവാൻ, ജനം ദൈവമില്ലാത്ത ജനം ദൈവത്തെ കണ്ടുമുട്ടുവാനും ദൈവത്തിൽ ആശ്രയിപ്പാനും ആത്മീയതയിൽ നിൽക്കാനും ആത്മീയ വളർച്ച പ്രാപിപ്പാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ ടീമും ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവർക്കായി വീണ്ടും ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിന് സ്പോൺസർ ചെയ്യുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ട്. അവരെ എപ്പിസോഡുകളിൽ അത് പരസ്യപ്പെടുത്തുന്നതായിരിക്കും. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എത്ര നല്ലവനും വല്ലവനും മാറിപ്പോകാത്തവനും വാക്കുമാറാത്തവനും കൂടെയിരിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനും മനസ്സറിയുന്നവനുമായ കർത്താവാണ് നമുക്കുള്ളത്. ഇന്ന് ലോകം മുഴുവനും നാം വീക്ഷിച്ചാൽ ഏറ്റവും അധികം ജനങ്ങൾ വിശ്വസിക്കുന്നതും ഏറ്റവും അധികം ജനങ്ങൾ ആരാധിക്കുന്നതും ഏറ്റവും അധികം ജനങ്ങൾ അനുഗമിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. അവൻ ദൈവം മനുഷ്യനായി ലോകത്തിൽ വെളിപ്പെടുകയായി. ആ കർത്താവ് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. കന്യാമറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവൻ ഗർഭം ധരിക്കുകയായിരുന്നു ചെയ്തത്. യേശു കർത്താവ് മനുഷ്യരെ നേടുവാൻ സകല മാനവ സമൂഹത്തെയും പാപത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ മുഖാന്തരമായി ഇന്ന് കാണുന്ന എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, നിർമ്മിക്കപ്പെട്ടു. ആ കർത്താവ് കാലസമ്പൂർണതയിൽ ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഏഷ്യ ഭൂഖണ്ഡത്തിലെ കർത്താവായ യേശുക്രിസ്തു ബെത്ലഹേമിൽ പൂജാതനായി. കർത്താവായ യേശുക്രിസ്തു മാനവന്റെ പാപത്തിന് മോചനം നൽകുവാൻ വേണ്ടി അവൻ ദൈവം മനുഷ്യനായി വെളിപ്പെടുകയാണ് ചെയ്തത്. ബൈബിൾ ഭാഷയിൽ ഒരിക്കലും അവതരിച്ചു എന്ന് പറയാറില്ല. ചില മതങ്ങളിൽ അവതാരങ്ങളുണ്ട്. അങ്ങനെ ഒരു അവതാരമായിട്ട് ബൈബിൾ ഭാഷയിൽ യേശുക്രിസ്തുവിനെ പറയത്തില്ല. ഞങ്ങൾ തിയോളജിയിൽ പറയുന്ന പദം വെളിപ്പെട്ടു എന്നാണ്. നമ്മെ മനുഷ്യനെ നേടുവാനായി വെളിപ്പെട്ടു. അതുപോലെ നമ്മുടെ ഇടയിൽ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ പോലും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, തമ്പുരാൻ. യേശു കർത്താവിനെ ഒരിക്കലും തമ്പുരാൻ എന്ന് പറയാൻ പാടില്ല.
യേശു കർത്താവിന് ഭഗവാനെന്നും പറയാൻ പാടില്ല. തമ്പുരാനും ഭഗവാനും എന്ന് പറയുന്ന ചില മതങ്ങളുണ്ട്. എന്നാൽ യേശു കർത്താവ് ദൈവം മനുഷ്യനായി അപ്പോൾ വെളിപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന സകലർക്ക് വേണ്ടിയും യേശു കർത്താവ് രക്ഷകനായി വെളിപ്പെടുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, നയാത് ജിദ്ദ, ഉദ്ധാരകൻ, രക്ഷകൻ യേശു കർത്താവാകുന്നു. എല്ലാ ഗ്രന്ഥങ്ങളിലും അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെട്ടതുപോലെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതുപോലെയും മറ്റ് ഒരു മതവും ഒരു സമൂഹവും ഒരു ജാതിയും അപ്രകാരം ചെയ്തിട്ടില്ല. ഇതൊരു മതപ്രസംഗമല്ല. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു പ്രത്യേക സഭയുടെയോ ആളായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മനസാന്തരത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി, എല്ലാം പുതിയതായി തീർന്നില്ല. ഇന്ന് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലും മറ്റ് ലേഖന ഭാഗങ്ങളിലുമൊക്കെ കാണുന്ന ഒരു വലിയ വ്യക്തിത്വത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലൂസിന്റെ മാനസാന്തരത്തെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 22-ലും വിവരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്തെ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന പേര് കൊടുത്തത്. എന്നാൽ ഇതിനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ പുസ്തകം എന്നുകൂടി പറയുന്നുണ്ട്. ലൂക്ക് സുവിശേഷം എഴുതിയ ഡോക്ടർ ലൂക്കാണ് അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 31-ാം വാക്യം. ആ 31-ാം വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. ആ വചനം ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ യഹൂദ്യ, ഗലീലിയ, സമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും വരികയും കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആത്മീയ വളർച്ചയെക്കുറിച്ചാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പിന്നീട് അവൻ്റെ ആത്മീയ വളർച്ചയാണ്. ആത്മീയ വളർച്ച ക്രിസ്തുവിൻ്റെ തലയോളം വളരണം എന്നാണ് പറയുന്നത്. ഒരിക്കലും നാം ക്രിസ്തു ആകത്തില്ല, എന്നാൽ ക്രിസ്തുവിൻ്റെ തലയോളം വളരണം എന്ന് പറയുമ്പോൾ, സഭയെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തെയാണ് പറയുന്നത്. യേശുക്രിസ്തു തലയായ സഭ എന്നാണ് സഭയെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തു തലയും നമ്മൾ ഓരോരുത്തരും ആ സഭയുടെ മറ്റ് അവയവങ്ങളും ആകുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മെ എല്ലാ നിലയിലും സഹായിക്കുന്നത്. എനിക്കൊരു വാക്യം ബൈബിളിൽ നിന്ന് പറയണമെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, എനിക്കെന്തെങ്കിലും പറയണമെങ്കിൽ കൃപ വേണം. ദൈവ കൃപയിൽ ആയിരിക്കുന്ന വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആത്മീയനായും ആത്മീയത്തിന്റെ അകത്ത് ഉള്ള ജഡികന്മാരായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആത്മീയരുടെ ഇടയിലും അഹങ്കാരികളുണ്ട്, മുൻകോപികളുണ്ട്, ഒഴിവാക്കാൻ കഴിയാവുന്ന അനേക ദുർസ്വഭാവത്തിന്റെ അടിമകളായിട്ടുള്ളവരുണ്ട്. അതുപോലെ ആത്മീയ ജീവിതം എന്നതും സുവിശേഷ വേല എന്നതുമൊക്കെ
പണസമ്പാദന മാർഗമാണെന്ന് കരുതുന്നവരുണ്ട്. ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആർഭാടമായി ജീവിക്കുന്നവരുണ്ട്. യേശു കർത്താവിന്റെ രണ്ടാം വരവും പിന്നീട് ദൈവ പൈതല് അവനായി കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാത്തിനെ കുറിച്ചും ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേലിന്റെ പുസ്തകത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും ഒക്കെ ശക്തമായി പരാമർശിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ രണ്ടാം വരവും മറ്റ് ആത്മീയ പ്രക്രിയകളും അതിലെല്ലാം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്നാൽ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇന്നും മാനസാന്തരപ്പെടാത്ത കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ സഭകളിലുണ്ട്, നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. യേശുവിനെ ശരിക്കും രക്ഷിതാവായി സ്വീകരിക്കാത്ത, മാനസാന്തരപ്പെടാത്തവർ അവർ മാനസാന്തരപ്പെട്ടവരാണെന്നും ആത്മീയരാണെന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന ദൗത്യം ആത്മാക്കളെ നേടുക എന്നതാണ്. ദൈവവചനം പറയുന്നു, യേശു കർത്താവ് പറഞ്ഞു, ഒരു ആത്മാവിന്റെ വില സകല ലോകത്തേക്കാൾ വലുതാകും. ഒരു ആത്മാവിനെ നേടാൻ വേണ്ടി നാം എത്രമാത്രം സമയം ചിലവഴിക്കണം, എത്രമാത്രം മുഷിഞ്ഞിറങ്ങണം. ആത്മാക്കളെ നേടുന്ന സുവിശേഷീകരണ പ്രക്രിയ ഞാൻ ആഗോള സുവിശേഷീകരണത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരു ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള സുവിശേഷ വേലയിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ആഗോള സുവിശേഷീകരണം, ആഗോള പരിവർത്തനം, ആഗോള ആത്മീയത. സ്വർഗരാജ്യം എന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സ്വർഗരാജ്യം ഈ ലോകത്തുള്ള സകലമായ ആളുകളിലും സ്വർഗരാജ്യം ഇറങ്ങി വരണം. അങ്ങനെ ഉള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ മാനസാന്തരത്തിന്റെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിനെയും തൻ്റെ അനുയായികളെയും നഖശിഖാന്തം എതിർത്ത സ്തെഫാനോസാണല്ലോ ക്രിസ്ത്യൻ സഭയിൽ ആദ്യത്തെ രക്തസാക്ഷി. സ്തെഫാനോസിന്റെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് സൗലായിരുന്നു. ആ സമയത്ത് സഭയ്ക്ക് ആരംഭത്തിൽ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് സഭയെ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച, എല്ലാ വിധത്തിലും ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് ശൗൽ. ശൗലിനെ കുറിച്ച് പല വിധത്തിലുള്ള പഠനങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലൂസ് പോയ മിഷണറി യാത്രകൾ ചെയ്ത ഒന്നാം മിഷണറി യാത്ര, രണ്ടാം മിഷണറി യാത്ര, മൂന്നാം മിഷണറി യാത്ര, ഈ സ്ഥലങ്ങളിലൊക്കെയും എനിക്ക് സഞ്ചരിക്കുവാനും ഈ അപ്പോസ്തലനായ പൗലൂസിനെയും അദ്ദേഹത്തിന്റെ മിഷണറി യാത്രകളെയും ആ ദേശത്തെയും ആ ദേശത്തെ ജനങ്ങളെയും ആ ദേശത്തെ സംസ്കാരത്തെയും ആ ദേശത്തിന്റെ ചരിത്രത്തെയും ഒക്കെ പഠിക്കുവാനും എനിക്ക് കൃപ ലഭിച്ചു. ആ കുറിച്ച് ഇപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിനകം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതാണ്. പിരമിഡ് മുതൽ ഗോൽഗോത്ത എന്ന പുസ്തകത്തിന് ശേഷം ഏറ്റവും വലിയ വിപുലമായ ഒരു പുസ്തകമായിട്ട് ഇത് ഇറക്കുകയാണ്. അപ്പൊ അപ്പോസ്തലനായ പൗലൂസ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 5 അടി 3 ഇഞ്ചേ ഉള്ളൂ. വെറും 5 അടി 3 ഇഞ്ച് മാത്രം പൊക്കമുള്ള അപ്പോസ്തലനായ പൗലൂസിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. റോമായില് അവിടെ അപ്പോസ്തലനായ പൗലൂസും അപ്പോസ്തലനായ പത്രോസും രക്തസാക്ഷിയായ സ്ഥലവും അവിടെ അവരെ ജയിലിലിട്ടിരുന്ന സ്ഥലവും ഒക്കെ എനിക്ക് പോയി കാണുവാനിടയായി. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ശൗൽ
പൗലൂസായി തീർന്ന മനസാന്തരത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ വിവരിക്കുന്നത്. അതിനുശേഷം അപ്പോസ്തലനായ പൗലൂസ് തന്നെ രാജാവിൻ്റെയും മറ്റുള്ളവരുടെയും മുന്നിൽ സാക്ഷ്യം പറയുന്നത്, വിശദമായി സാക്ഷ്യം പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സമയം പോലെ വായിക്കാവുന്നതാണ്. ഇവിടെ ഇന്ന് വായിച്ച ഈ വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 9:31 പറയുന്ന ആത്മീയ വളർച്ച. എന്തുകൊണ്ടാണ് ആത്മീയ വളർച്ചയുണ്ടായത്? ഈ അധ്യായത്തിൽ തന്നെ 5 കാര്യങ്ങൾ ആത്മീയ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ദർശനം. അപ്പോസ്തലപ്രവൃത്തി 9:10 മുതൽ ഉള്ള വാക്യത്തിലാണ് അനന്യാസ് എന്നൊരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ അനന്യാസ് എന്ന ശിഷ്യന് ദർശനം ലഭിച്ച് ശൗലിന് പോയി പ്രാർത്ഥിക്കാനായിട്ട് ദർശനം കിട്ടി. അവിടെ പോയി ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ കാഴ്ച നഷ്ടപ്പെട്ട ശൗലിന് പിന്നെ കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് ഭക്ഷിച്ച് ബലം പ്രാപിച്ചു. ഒന്നാമത്, ദൈവപൈതലേ, നമുക്ക് ദർശനമുണ്ടായിരിക്കണം. ദർശനങ്ങളും വെളിപ്പാടുകളും ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ ശക്തിയോട് ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുവാൻ കഴിയും. നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആത്മീയ ദർശനങ്ങൾ ഉണ്ടായിരിക്കണം, ആത്മീയ വെളിപ്പാടുകൾ ഉണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്നവരെ, ആത്മീയ ദർശനങ്ങളും ആത്മീയ വെളിപ്പാടും പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ആത്മീയ വെളിപ്പാടുകൾ ഉണ്ടാകാനായി കർത്താവ് നിങ്ങൾക്ക് ആത്മീയ ദർശനം തരും. രണ്ടാമത്തെ കാര്യം, പൗലൂസ് ഭക്ഷിച്ച് ബലം പ്രാപിച്ചു. പൗലൂസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. 9-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 9:20 പൗലൂസ് പ്രസംഗിക്കുന്നത് എന്താണ്? പ്രസംഗിക്കുന്നത് യേശു തന്നെ ദൈവപുത്രൻ. ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. യേശു തന്നെ ദൈവപുത്രൻ. എന്നെ കേൾക്കുന്നവര്, ഞങ്ങൾ ഈ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മറ്റ് തിയോളജികളൊന്നും, ഞങ്ങളെ തിയോളജിക്കൽ കോളേജുകളിൽ പഠിച്ച ഒരു തിയോളജിയും ഒരു സൈക്കോളജിയും ഒരു ഫിലോസഫിയും ഈ അന്യജാതികളുടെ ഇടയിൽ ഞങ്ങൾ അവതരിപ്പിക്കാറില്ല. യേശുവിനെ തന്നെ ഞങ്ങൾ പ്രസംഗിക്കും. യേശു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്, അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. ഇത്ര മാത്രമേ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ പ്രസംഗിക്കാറ്. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിനും ഉള്ള ശക്തി മറ്റൊന്നിനുമില്ല. നിങ്ങൾ യേശുവിൻ്റെ നാമം എടുത്ത് ഉപയോഗിക്കേ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കേ, നിങ്ങൾക്ക് വിടുതലുണ്ട്. പൈശാചിക പോരാട്ടങ്ങളിൽ അടിമയായിരിക്കുന്ന ദൈവജനമേ, മന്ത്രത്തിനെ തന്ത്രത്തിനെ പിടിയിൽപ്പെട്ടവരെ, കെട്ടുകളിൽ കൂടി ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ജീവിതമേ, വിടുതൽ വേണം എന്ന് ആഗ്രഹിച്ചിട്ടും ഇതുവരെ വിടുതൽ കിട്ടാത്ത പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്തിലും ആശ്രയിക്ക്, നിനക്ക് വിടുതലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് പൂർണ്ണമായ വിടുതൽ തരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, യെരൂശലേം സഭയിൽ പൗലൂസിനെ സ്വീകരിച്ചില്ല. കാരണം ഒരു കാലത്ത് ഈ പൗലൂസ് സഭയെ, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് പൗലൂസിനെ സ്വീകരിക്കാൻ അവിടുത്തെ സഭയിലെ മൂപ്പന്മാർ
മടിച്ചു നിന്നു. എന്നാൽ അവിടെ ബർന്നബാസ് എന്ന് പേരുള്ള ഒരു ദാസൻ ഉണ്ടായി. അദ്ദേഹം പൗലൂസിനെ യെരൂശലേം സഭയിൽ കൊണ്ടുവന്ന് പൗലൂസിന്റെ മാനസാന്തരത്തെ പറ്റി അവരോട് വിവരിച്ചു. ബർന്നബാസ് took him and brought him. അവനെ കൊണ്ടുവന്ന് സഭയിൽ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു ബർന്നബാസ് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് പുതിയ നിയമത്തിൽ കാണുന്ന 13 വിലപ്പെട്ട ലേഖനങ്ങളുടെ രചയിതാവായ പൗലൂസ് ലോകം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടി ഇളക്കി മറിച്ച പൗലൂസിനെ സഭയ്ക്ക് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മൾ താങ്ങിയാൽ, നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ എത്ര എത്ര പേര് നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുവാൻ കഴിയും. ഇന്ന് പ്രാർത്ഥന ആഗ്രഹിക്കുന്നവര്, പ്രോത്സാഹന വാക്കുകൾ ആഗ്രഹിക്കുന്നവര്, സഹായം ആഗ്രഹിക്കുന്നവര് സഭയില്, നമ്മുടെ സഭകളിലുണ്ട്. അവരുടെ മുരടിപ്പ് മാറ്റുവാൻ, അവരുടെ വളർച്ച മാറ്റുവാൻ, അവർക്ക് വളർന്നു വരുവാൻ, ആത്മീയത്തിൽ ആത്മാക്കളെ നേടുവാൻ അവർക്ക് കഴിയേണ്ടതിന് നമ്മളുടെ പിൻബലം അവർക്ക് ആവശ്യമാണ്. 4-ാമത്തെ കാര്യം, അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ കാര്യം അവിടെ പറയുന്നത് 32 മുതൽ 35 വരെയുള്ള വാക്യത്തിലാണ്. അവിടെ ഒരു പക്ഷപാതക്കാരനുണ്ടായിരുന്നു, ഒരു രോഗിയായിട്ട് അവനവിടെ കിടക്കുകയാണ്. പത്രോസ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ അത്ഭുത രോഗസൗഖ്യമുണ്ടായി. ആ വാർത്ത ദേശമെല്ലാം എത്തുകയുണ്ടായി. ജനങ്ങൾ അനേകര് ഈ അത്ഭുത പ്രവൃത്തി, യേശു കർത്താവ് പക്ഷപാതക്കാരനായ വ്യക്തിയെ നടത്തിയ, വിടുതൽ കൊടുത്ത ആ വാർത്ത അറിഞ്ഞിട്ട് ധാരാളം പേര് അവിടെ വന്ന് യേശുവിൽ വിശ്വസിക്കുവാനിടയായി. ഒന്നാമത്തത് ദർശനം, രണ്ടാമത്തത് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ച ആ പൗലൂസിന്റെ പ്രസംഗ ശൈലി. മൂന്നാമത് പൗലൂസിനെ താങ്ങുവാൻ ഒരു ബർന്നബാസിനെ അവിടെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയുള്ള ബർന്നബാസ്മാര് നമ്മുടെ ഇടയിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ബർന്നബാസ്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. 4-ാമത് ഇവിടെ നാം വായിച്ചത്, ഇവിടെ കണ്ടത്, പത്രോസ് പക്ഷപാതക്കാരനായ ഒരു വ്യക്തിയെ സൗഖ്യം നൽകി. യേശു കർത്താവ് ആ വ്യക്തിക്ക് സൗഖ്യം നൽകി. അതുമൂലം അനേകര് അവിടെ യേശുവിൽ വിശ്വസിപ്പാൻ ഇടയായി. അവസാനമായി ഈ അധ്യായത്തിൽ അവസാനമായിട്ട് പറയുന്നത് 36 മുതലുള്ള വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. അവിടെയാണ് എടുത്തു പറയുന്നത് സൽപ്രവർത്തികൾ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ പറ്റി. അവളുടെ പേര് തബിത എന്നായിരുന്നു. അവളെ കുറിച്ച് പറയുന്നത് സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു യുവതിയായിരുന്നു എന്നാണ്. ഈ തബിത മരിച്ചുപോയി. മരിച്ചുപോയ തബിത, ആ വാക്യങ്ങൾ എടുത്ത് വായിക്കാവുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ന്റെ അവസാനം 36 മുതലുള്ള വാക്യത്തിലാണ് അവിടെ കാണുന്നത്. അവിടെ പത്രോസ് ചെന്നു. അവിടെ കൂടിയിരുന്ന് കരയുന്നവരെ എല്ലാവരെയും പുറത്താക്കി തബിതയ്ക്ക്, മരിച്ചു കിടക്കുന്ന തബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു കർത്താവ്, ലാസറെ ഉയർപ്പിച്ച യേശു കർത്താവ് തബിതയ്ക്കും ജീവൻ നൽകി. അങ്ങനെ വാർത്ത ആ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെല്ലാം നിറഞ്ഞു. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഒന്നും ഉണ്ടായിട്ടല്ല അവിടെ നിൽക്കുന്നത്, ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അവിടെ നടക്കുന്നത് അത്ഭുതങ്ങളും അതിശയങ്ങളുമാണ്. അവിടെയുള്ള
ഗ്രാമങ്ങളിൽ, ഉൾഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയി ആദിവാസികളുടെ ഇടയിലും മറ്റു ദുഃഖിതരുടെ ഇടയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ജനങ്ങൾക്ക് വിടുതൽ കിട്ടും, സൗഖ്യം കിട്ടും, ആശ്വാസം കിട്ടും. നൂറുകണക്കിന് ആളുകൾ യേശുവിന്റെ പുറകാലെ വരും. യേശു ഇന്ന് നമ്മെ വിളിക്കുകയാണ്. ഈ സത്യസുവിശേഷത്തിന് ആകർഷിക്കപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ സാക്ഷിയായി നിങ്ങളും തീരുമാനമെടുത്ത് സമർപ്പിക്കപ്പെട്ട് യേശുവിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ എല്ലാത്തിനും നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആത്മാക്കളുടെ ഉടയവനേ, നീ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറഞ്ഞ 5 കാരണങ്ങൾ ആത്മീയ വളർച്ചയ്ക്കായി ഉള്ളതുപോലെ ഞങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ. രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ആത്മാക്കളെ നേടാൻ ഇറങ്ങി തിരിച്ചത്, ആത്മാക്കളെ നേടുമ്പോൾ അവർക്ക് ശക്തി കൊടുക്കണം, അവർക്ക് കൃപ കൊടുക്കണം, അവർക്ക് വെളിച്ചം കൊടുക്കണം, അവർക്ക് ദർശനം കൊടുക്കണം. എല്ലാം നന്മകളാൽ നിറയ്ക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. ക്രൈസ്തവ ലോകത്തിന് ദൈവത്തിന്റെ ഉപഹാരം. ബ്രദർ പോൾ മലയുടെ എഴുതിയ ഏറ്റവും പുതിയ പുസ്തകം പിരമിഡ് മുതൽ ഗോൽഗൊഥ വരെ.